ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി വേദപുസ്തക സ്നേഹികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തുടർച്ചയായി കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ പ്രേക്ഷകരിൽ നിന്നുള്ള അനേക ചോദ്യങ്ങൾക്ക് തൃപ്തികരവും വ്യക്തവുമായ മറുപടി ലഭിക്കുവാനിടയായതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ദിവസവും ഡോക്ടർ ബാബു ജോൺ സർ നമ്മുടെ മധ്യയുണ്ട്. പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ അദ്ദേഹം നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി തരുവാൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം മത്തായി സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. 31-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. ഈ ടെക്സ്റ്റിന്റെ മറ്റേ ക്ലോസിംഗ് സ്ഥലത്ത് ഇപ്രകാരം പറയുന്നു: വീണ്ടും, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, എനിക്ക് കുടിപ്പാൻ തന്നില്ല. ഈ വാക്യങ്ങളിൽ ഇവിടെ ഇടത്തുള്ളവരും വലത്തുള്ളവരും എന്ന് ഉദ്ദേശിക്കുന്നത് ആരെ കുറിച്ചാണ്? ഇതിന്റെ ഒരു വിശദീകരണം തരാമോ? തരാം. First of all, thank you very much for the question. നമുക്ക് ഒരു വൺ വേർഡ് ആൻസർ ഇല്ല. ഇപ്പം ഇടത്തുള്ളവർ വലത്തുള്ളവർ എന്ന് പറയായിരുന്നു. നമുക്ക് ഒരു മറുപടി ഇല്ലാത്ത സമയത്തെ നമ്മളെ കോണ്ടെക്സ്റ്റിൽ നിന്നൊരു ടെർമിനോളജി കണ്ടെത്തും. ഞാൻ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ തോന്നുന്നു, അതോ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ നാട്ടില് ഈനാം ബീച്ചിയെ കണ്ടത്. ഈനാം ബീച്ചി. അപ്പം ഈ ജീവി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇത് ഉറുമ്പിനെ മാത്രമേ തിന്നത്തുള്ളത്. ഭയങ്കര ഈ ഗോൾഡൻ സ്കെയിലാണ് ഇതിന്റെ ചതമ്പല്. ഭയങ്കര കട്ടിയുള്ള ഗോൾഡൻ സ്കെയിലാണ്. ഒരു മുട്ടനൊരു ജീവിയാണ്. എന്താ പേരുണ്ടെന്ന് ഒരു പിടിയില്ല. അപ്പൊ എന്ത് ചെയ്തതിന് ഈനാം ബീച്ച് എന്ത് പേരിട്ടു? പേരില്ല. ഒരു ശാസ്ത്രജ്ഞനൊരു റേ കണ്ടുപിടിച്ചു. ഈ റേ, ഈ രശ്മിക്ക് വിടാൻ പേരില്ല, അതുകൊണ്ട് എക്സ് റേ എന്നിട്ടു. അല്ലേ? എക്സ് റേ വേറെ പേരില്ല. കുറച്ചുപേർ ഇടതു വശിരിക്കുന്നു, കുറച്ചുപേർ വലച്ചു വശിരിക്കുന്നു. നിങ്ങളെ എന്താ വിളിക്കുക? നീതിമാനെന്നും ദുഷ്ടനെന്നും വിളിക്കാൻ ഒക്കത്തില്ല. ക്രിസ്ത്യാനിയും നോൺ ക്രിസ്ത്യൻ എന്നും വിളിക്കാൻ ഒക്കത്തില്ല. ജീവെന്നും നോൺ ജീവെന്നും വിളിക്കാൻ ഒക്കത്തില്ല. നീതിമാനും നീതികെട്ടവനെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. ദൈവമക്കളും ദൈവമക്കളും അല്ലാത്തവരെന്നും വിളിക്കാൻ ഒക്കുകയില്ല. നിങ്ങൾ വിളിക്കാൻ ഒരു വേർഡില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇടത്തുള്ളവരെന്നും വലത്തുള്ളവരെന്നും വിളിച്ചു. അല്ലേ? അതിന് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരു കൂട്ടം എങ്ങനെ ഇടതുവശത്തായി, മറ്റേ കൂട്ടം എങ്ങനെ വലത്തുവശത്തായി, ഇവരാരാണെന്ന് കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ നോക്കിയോണേ, ദൈവം തമ്പുരാൻ നോക്കിയിട്ട് ഇവരെ വിളിക്കാൻ ഒരു വാക്ക് കണ്ടെത്തിയില്ലെന്നേ. ദൈവം തമ്പുരാൻ നോക്കിയിട്ട് ഇതുങ്ങളെ വിളിക്കാൻ ഒരു വാക്ക് ദൈവത്തിന്റെ വെക്കാബിലറി ഇല്ലെന്നെങ്കിൽ ഇരിക്കട്ടെ. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. സപ്പോസ് നമുക്കൂടെ മനസ്സിലാകണ്ടേ, അതുകൊണ്ടായിരിക്കും ദൈവം വേർഡ് ഇടാഞ്ഞത്. അതുകൊണ്ട് ദൈവം ഇവരെ ഇടത്തുള്ളവരും വലത്തുള്ളവരും വിളിച്ചു. ഇത് നമ്മുടെ പ്രോബ്ലം എന്താ? ഇതുങ്ങളെങ്ങനെ ഇടതുവശത്തായത്, കുറച്ചു പേരെങ്ങനെ വലതുവശത്തായത്? ഇത് നമ്മളുമായിട്ടുള്ള ബന്ധം എന്തോ? ഈ ട്രഡീഷണൽ ക്രിസ്ത്യൻ ചേർച്ചസില്
ഓക്കെ. അവരുടെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പാട്ടുണ്ട് ഉം. അല്ലേ, ഈ തുടങ്ങുന്നത് ഇങ്ങനെ: സ്നേഹവിരുന്നനുഭവിപ്പാൻ സ്നേഹദൈവ മക്കളെല്ലാരും കൂടുവിൻ, ജയം ജയം നമുക്ക്. നമുക്കേക ഭോജനമേ, ഇങ്ങനെ പോയി അതിനകത്തൊരു ലൈന്: ഉം. ക്രിസ്തു വിധി ചൊല്ലുന്നേരം നമുക്കെല്ലാവർക്കും വലതുഭാഗം ഒന്ന്. ക്രിസ്തു വിധി ചൊല്ലുന്ന നേരം നമുക്കെല്ലാം ക്രിസ്ത്യാനികൾക്കെല്ലാം വലത്ത് ഭാഗത്ത്. ക്രിസ്ത്യാനികൾക്കെല്ലാം ഉം. വലതു. ഞാൻ കുറച്ചൊന്നുമല്ല ഇത് കേട്ട് ചിരിച്ചിട്ടുള്ളത്. ഉം. നമുക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റുമ്പം ചിരിക്കുക അല്ലാതെ ഉം. നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. ഓക്കെ. ചിരിക്കാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പം ഈ ഭാഗം എടുത്തിട്ടാണ് വലതു ഭാഗത്തെ ആട്. വലത്ത് ഭാഗത്ത്. അതെ അതെ. വിധിയെല്ലാം വരും, വലത്ത് മനുഷ്യത്വം ഭാഗത്ത്. തന്റെ തേജസ്സിൽ പ്രത്യക്ഷപ്പെടും. ഉം. എന്നിട്ട് തേജസ്സിന്റെ സിംഹാസനം വയ്ക്കും, സകല മനുഷ്യൻ കൂട്ടി വരുത്തും. ഉം. അതിൽ ക്രിസ്ത്യാനികളെ എല്ലാം വലത്തോട്ടങ്ങ് മാറ്റും, ബാക്കിയുള്ളവരെല്ലാം ഇടത്തോട്ട് ഇടത്തോട്ട്. മാറ്റും. ഇനി വിധി ചൊല്ലാൻ പോവാം. അപ്പൊ ക്രിസ്തു വിധി ചൊല്ലും നേരം ക്രിസ്ത്യാനികൾക്കെല്ലാം വലതു ഭാഗം ഒന്ന്. നമുക്കെല്ലാവർക്കും എന്നുള്ളത് ക്രിസ്ത്യാനികൾക്കെല്ലാം വലതു ഭാഗം ഒന്ന്. ഉം. ഐഡിയ നല്ലതാണ്. ഇത് വളരെ സൂക്ഷ്മമായി വേർതിരിച്ച് പൊരുൾ തിരിച്ച് കാര്യങ്ങൾ നെല്ലും പതിരും പൊരുൾ തിരിച്ച് വേർതിരിച്ച് പഠിക്കാതെ എത്രായിരം വർഷം ഇതിനെപ്പറ്റി പഠിച്ചാലും ഒരു കുന്തോ മനസ്സിലാകാൻ പോകുന്നില്ല. ഉം. അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒന്ന് എൻഡ് ടൈമിൽ സംഭവിക്കേണ്ട ഒരു ഈവന്റ് ആണ്. ഇറ്റ്സ് ആൻ എൻഡ് ടൈം ഈവന്റ്. ഓക്കെ. ലോകാവസാനത്തിൽ സംഭവിക്കേണ്ട, but that is not the end of the world. ഉം. That is one of the stages in the end of the world. ഓക്കെ. ലോകാവസാനമല്ലത്. ഉം. ലോകാവസാനത്തിൻ്റെ അനേക സ്റ്റേജസിൽ ഒരു സ്റ്റേജാണിത്. ഉം. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഉം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് സ്റ്റേജാണ്, ഉം. ഇത് ഏത് സ്റ്റേജാണെന്ന് മനസ്സിലാക്കാത്തോളം കാലം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വലതു ഭാഗത്തും ഇടതു ഭാഗത്തൊക്കെ ചാടിക്കയറി നിൽക്കേണ്ടി വരും. ഉം. ഈ എൻഡ് ടൈം എന്ന് പറയുന്നത് തുടങ്ങിയത് സെഹിയാൻ മാളിയാമുറിയിൽ പരിശുദ്ധാത്മാ പ്രഭാവത്തോടു കൂടിയാണ്. ഉം. 2000 years ago. ഉം. അതിനെപ്പറ്റി പത്രോസ് പറഞ്ഞു, ഇത് യോവേൽ പ്രവചിച്ച എൻഡ് ടൈം ആണെന്ന് പറഞ്ഞു. ഉം. അതാണ് എൻഡ് ടൈമിന്റെ ഫസ്റ്റ് ഈവന്റ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഈവന്റ്. ആ ഫസ്റ്റ് ഈവന്റ് ഇഫക്റ്റ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. ഉം. For the last 2000 years it has been like that. ഉം. ഇനിയും one of these days, sooner or later, സംഭവിക്കാൻ പോകുന്ന കാര്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേറ്റ് ജീവനോട് ശേഷിക്കുന്നവരെന്ന് അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ രൂപാന്തര ശരീരം പെടുത്തവരായി മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതിന് സഭയുടെ ഉൽപ്രാവണം എന്ന് പറയുന്നത് ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. ഈ റാപ്ചർ ഓഫ് ദ ചർച്ചിൽ ഒന്ന്, അതുവരെ ക്രിസ്തുവിൽ മരിച്ച, ക്രിസ്തു എന്ന രക്ഷിതാവിന്റെ ഒരു ദിവസം ഞാൻ കാണുമെന്നുള്ള പ്രത്യാശയിൽ മരിച്ച മുഴുവൻ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ഓൾഡ് ടെസ്റ്റ്മെന്റ് കാലത്ത് ന്യൂ ടെസ്റ്റ്മെന്റ് കാലത്ത് ജീവിച്ചത് മുഴുവൻ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാർക്ക് ശരീരത്തിന് രൂപാന്തരം ഉണ്ടായിട്ട് അവരും ഈ രണ്ടു കൂട്ടർ ഒരുമിച്ച് കർത്താവിനെ എതിരേക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവ് ഭൂമി വരത്തില്ല. അവരെ കാഹളം
വിളിച്ച് ചേർക്കും മേപ്പോട്ട്. അവരങ്ങ് പോയി. അവർ പോയി കഴിയുമ്പം ഈ വലിയ മാസീവ് ഷെയ്ക്കൊന്നും ഈ ഭൂമിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല, ഈ ലോകത്തിനുണ്ടാകാൻ പോകുന്നില്ല. കാര്യം എടുക്കപ്പെട്ട വിശുദ്ധന്മാരും നല്ല ശതമാനം മരിച്ച കല്ലറയിൽ വിശ്രമിക്കുക. ഇപ്പം കാഹളം മേടിക്കൽ നല്ല ശതമാനം ഇവിടെ പോയി, മരിച്ചുപോയി. അവരുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ജീവനോട് ശേഷിക്കുന്നതിൽ എത്ര എടുക്കപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യനാണ്. കാരണം കർത്താവ് വരത്തേ ഇല്ലെന്നാണല്ലോ ഇപ്പം പഠിപ്പിക്കുന്നത്. കർത്താവ് വരത്തേ ഇല്ലെന്ന് പഠിപ്പിക്കുന്നതിനെ കർത്താവ് മുമ്പോട്ട് കാര്യമുണ്ടോ? നമ്മുടെ വലിയ വലിയ തിയോളജിക്കൽ കോളേജിലൊക്കെ പോയി കഴിയുമ്പം യേശു ക്രിസ്തുവിന്റെ ഈ സഭയുടെ ഉൾപ്രാവണം എന്നൊരു സംഗതിയെ ഇല്ല. ഇത് ഉൾപ്രാവണം എന്നൊരു സംഗതിയെ ഇല്ല എന്ന് ശക്തിയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ കൂട്ടരെ മേപ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തൂ എന്ന് പറഞ്ഞാൽ വിശ്വാസം രണ്ടോ മൂന്നോ ഉണ്ടെങ്കിലും കാണുമെന്ന. നമ്മളിപ്പം അവിടെ ഉണർവ്, മറ്റിടത്ത് ഉണർവ്, മറിച്ചോടത്ത് ഉണർവ്, അമേരിക്കയിലെ പെൻസി കോളായ ഉണർവ്, അമേരിക്കയിൽ കൊക്ക കോളായ ഉണർവ്, അമേരിക്കയിൽ പിന്നെ വേറെ ഏതോ കോളയ്ക്കകത്ത് ഉണർവ്. ചുമ്മാ ഉണർവൊക്കെ ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. വേൾഡ് വൈഡ് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദൈവസഭ. അത് ഫാക്റ്റാണ്. ക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത അനേകര ദൈവഭാഗത്തേക്ക് വരുന്നുണ്ട്. തേർഡ് വേൾഡ് കൺട്രിയിൽ ഒരുപാട് പേര്. പക്ഷെ മജോറിറ്റി വേൾഡിൽ ക്രിസ്ത്യാനിറ്റി ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഇന്ന് കാഹളം തിരിച്ചു. ലണ്ടൻ ചിലപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ കുറച്ച് പേരൂടെ ഉണ്ട്, ഞങ്ങൾ എടുക്കപ്പെട്ടു. പിറ്റേ ദിവസം എൻ്റെ കെയർ വന്ന് ബെല്ലടിച്ചപ്പോൾ ഞാൻ കേട്ടില്ല. അവൾ സോഷ്യൽ സർവീസിന് വിളിച്ചു, അവർ വന്നു വീട് കൊത്തു പറയുമ്പോൾ കാണാനില്ല, ബാബുവിൻ്റെ ഉപകരണങ്ങളോട് കാണുന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എന്താ ഈ ലണ്ടൻ ഇടിഞ്ഞു വീഴുമോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. പക്ഷെ നമ്മളെ കുറച്ച് പേർ പോയി. ഈ ഭൂമിയിൽ പിന്നെ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പാത്രമാകേണ്ട, ശിക്ഷാവിധിക്ക് പാത്രമാകേണ്ട മനുഷ്യർ മാത്രമേ ബാക്കിയുള്ളൂ. ആ ബാക്കിയുള്ള മനുഷ്യരെ നമുക്ക് യഹൂദനെന്നും നോമിനൽ ക്രിസ്ത്യൻ എന്നും നോൺ ക്രിസ്ത്യൻ എന്നും 3 കാറ്റഗറിയായിട്ട് തിരിക്കാം. യഹൂദൻ, പേരിൽ ക്രിസ്ത്യാനിയായിരുന്നവൻ, പേരിൽ പോലും ക്രിസ്ത്യാനി അല്ലാത്തവൻ. 3 ആളുകളെ ഈ ഭൂമിയിലുള്ളൂ. ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോയ നമ്മൾ അവിടെ ചെന്ന് ദൈവസന്നിധിയിലെ ഒരു തീക്കടലിൽ കൂടി ശോധന ചെയ്യപ്പെട്ട കർത്താവിൻ്റെ അടുത്ത് നമ്മുടെ പ്രവൃത്തികളുടെ ന്യായവിധിക്ക് വേണ്ടി നിന്ന് അതിനുശേഷം നമുക്ക് ചെയ്ത പ്രവൃത്തികളുടെ പ്രതിഫലവും മേടിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ അന്ന് വരെ നമുക്കെതിരായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സാത്താനെ അടിച്ച് പുറത്താക്കി കഴിയുമ്പം ദൈവകുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്ന ക്രിസ്തു തൻ്റെ സഭയെ തനിക്ക് ഈക്വലൈസ് ചെയ്യുന്ന വലിയ ശുശ്രൂഷ നടത്തിയിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ നിത്യഭവനത്തിൽ നമ്മൾ പോയി അത് കഴിഞ്ഞ് അപ്പം നിത്യഭവനത്തിൽ നമ്മൾ പോയിട്ട് അത് കഴിഞ്ഞ് പഴയ വിശുദ്ധന്മാരും ദൂതന്മാരും കൂടെ നമ്മളെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയും പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സകല ലോകത്തിൻ്റെ രാജാവാകുന്നതിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അഭിഷേകം ചെയ്യിക്കും. അതാണ് കൊറോണേഷൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളും ഭരണാധികാരിയായി കിരീടം ചൂടി ഈ ഭൂമിയിൽ വരും.
ഉം, ഇവിടുന്ന് പോയി 7 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ തിരിച്ചു വരും. ഉം, ഇനി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ഇന്ന് അനർത്ഥങ്ങളെ തടഞ്ഞു നിർത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇല്ല. ഓക്കെ. ഉം, ഉം, നമ്മളെ കൊണ്ടങ്ങ് പോയി കഴിഞ്ഞു. ഉം, അപ്പോൾ എന്ത് ചെയ്യുന്നു? സാത്താന് ഈ ഭൂമിയിൽ അഴിഞ്ഞാടാൻ സ്വാതന്ത്ര്യം കിട്ടുന്നു. ഉം, പക്ഷെ എന്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല? നശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ഉം. പിന്നെ എന്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നുള്ളൂ? ഈ ഭൂമിയെ അതിൻ്റെ അകൃത്യഭാരം കാരണം ശിക്ഷിക്കുന്നതിനും ഉം, ഈ എയറിനെ അതിൻ്റെ അകൃത്യഭാരം കാരണം ശിക്ഷിക്കുന്നതിനും ഉം, ഈ വെള്ളത്തെ ഉം, ശിക്ഷിക്കുന്നതിനും പാർട്ട് ബൈ പാർട്ട് ദൈവം സാത്താനെ ഏൽപ്പിക്കുന്നു. ഉം, ഇതേ സമയത്ത് ഈ ഭൂമിയിൽ ഉം. ഇതുവരെ നടന്നിട്ടില്ലാത്തതുപോലെയുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. ഓക്കെ. കാരണം എന്തുകൊണ്ട്? വേറൊരു പുതിയ വിഭാഗം സുവിശേഷകന്മാരുണ്ടായി. ഉം, ആ സുവിശേഷകർ ഒന്ന് ഇസ്രയേലിന്റെ 12 ഗോത്രത്തിൽ നിന്നും 12,000 പേര് വെച്ച് മുദ്രയേറ്റ് ഓക്കെ. 1,44,000 സുവിശേഷകർ ഉണ്ടാകുന്നു. ഉം, ഉം, അവർ ലോകം മുഴുവൻ പ്രസംഗിക്കുന്നു. മശിഹ എന്നൊരാൾ ഉണ്ടായിരുന്നു, ലോകം ക്രൂശിച്ചു കളഞ്ഞു, അദ്ദേഹം ലോകരക്ഷിതാവായിരുന്നു, തന്നിൽ വിശ്വസിച്ച ആളുകൾ തന്നോടൊപ്പം സ്വർഗത്തിൽ പോയി, ഉം, ഇനി താൻ ഭൂമിയെ ന്യായം വിധിക്കാൻ വരാൻ പോവാണ്, ഉം. അതിനു മുമ്പ് നിങ്ങൾക്ക് മശിഹായുടെ നാമം വിളിച്ചപേക്ഷിക്കാമെങ്കിൽ രക്ഷയ്ക്കൊരവസരമുണ്ട്. പക്ഷെ ലാസ്റ്റ് നിങ്ങൾ ചാപ്റ്റർ. ആരാകത്തില്ല. പക്ഷെ നിങ്ങൾ ആരാകത്തില്ല? ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ദൈവമക്കളുണ്ടല്ലോ, ഉം, അവരുടെ കാറ്റഗറിയിൽ നിങ്ങൾ ഒരിക്കലും വരത്തില്ല. അവർ കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന കാറ്റഗറിയാണ്. ഉം, നിങ്ങൾക്ക് ആ രാജ്യത്തെ പ്രജകളാകാം. ഉം. ആരാ പ്രസംഗിക്കുന്നത്? ഈ 144 1000 പേര്. അവര് യഹൂദ ഗോത്രത്തിൽ നിന്ന് മുദ്ര വിട്ടു, ഈ ഇസ്രായേലിന്റെ ഗോത്രത്തിൽ നിന്ന് മുദ്ര വിട്ടപ്പെട്ടവരാണ്. ഉം. ഇനിയും ഇവരെ ആരും കൊല്ലാനൊക്കത്തില്ല. ഓക്കെ. ആ. ഇവരുടെ സുവിശേഷ പ്രസംഗം കേട്ട് ഉം, യേശുക്രിസ്തു നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ അന്ന് ഭൂമിയിൽ ഭരിക്കുന്ന സാത്താന്യ അധികാരത്തിലുള്ള ഗവൺമെന്റ് കൊന്നുകളയും. ഉം. അന്ന് ഭൂമിയിൽ പരിശുദ്ധാത്മാവില്ലല്ലോ. ഇല്ല, ഇല്ല. അധർമ്മമല്ലേ വാഴുന്നത്. അധർമ്മം ഇവർ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്നുള്ള കാരണം ഇവരെ കൊന്നുകളയും. ഉം, ആ മരിക്കുന്നവർ അന്നേരം തന്നെ സ്വർഗത്തിലേക്ക് എടുക്കും, രക്തസാക്ഷികളായിട്ട് പോകും. ഉം. ഇതേ സമയം സ്വർഗത്തിൽ നിന്ന് 2 ഇവാഞ്ചലിസ്റ്റ് ഉം, ഈ ഭൂമിയിൽ വരും. ഉം. അവരുടെ പേര് ഒന്ന് മോശയും ഒന്ന് ഏലിയാവുമാണ്. അതെ, അതെ. ഉം, അവർ അത്ഭുതകരമായ വീര്യപ്രവർത്തികൾ കാണിച്ചുകൊണ്ട് യഹൂദനെ തങ്ങളുടെ മശിഹായിലേക്ക് തിരിക്കും. ഉം. യഹൂദനെ തങ്ങളുടെ മശിഹായിലേക്ക് തിരിക്കും. തിരിക്കും. ഉം. യഹൂദൻ എന്തെന്നറിയാമോ? ഞങ്ങൾ കുത്തിയവൻ കുത്തിയവനിലെ മശിഹ എന്ന് കണ്ട് അവരെ കരയാൻ മശിഹയിലെ. തുടങ്ങും, തിരിയാൻ തുടങ്ങും. കാര്യം അതൊരു മോശ ഏലിയാവാണ്. അതിൻ്റെ റീസൺസ് ഉണ്ട്. ഇനി 144,000 വേറൊരു വിഭാഗം ആൾക്കാരും ഉണ്ട് ഓക്കെ. ഈ ബന്ധത്തിൽ പെടുന്നത്. ഉം, ഇത്രയും പേര് ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കുക. ഈ പ്രസംഗിച്ച് സുവിശേഷം കേട്ട് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ, അവർ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ ആക്സിഡൻസിൽ മരിക്കും. ഉം.
ഈ രണ്ടായാലും അവർ സ്വർഗത്തിൽ പോകും. ഉം. പക്ഷെ എവിടെയല്ല പോകുന്നത്? നമ്മൾ പോകുന്ന സ്വർഗത്തിലെ നമ്മളുടെ ഈക്വൽ പൊസിഷനിലല്ല അവർ വരുന്നത്. ഞാൻ പ്രജകളായിട്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരിടം എടുക്കാൻ പോകുന്നു പറയുന്ന ആ പട്ടണത്തിൽ ഇവർക്ക് പ്രവേശനമില്ല. ഓക്കെ. അവരതിന് പുറത്തായിരിക്കും. അവിടെ പ്രവേശനം. ഇനിയും യഹൂദൻ മുഴുവൻ കർത്താവിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ ഈ രാജ്യത്തിന്റെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷമല്ല, രാജ്യത്തിന്റെ സുവിശേഷം, ഏത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് കമ്മിങ്, യേശു ക്രിസ്തു രാജാവായി വരുന്നുള്ള. അപ്പൊ നീ എന്ത് ചെയ്യണ്ട? സ്നാനപ്പെടണ്ട, അഭിഷേകം പ്രാപിക്കണ്ട, തിരുത്താഴം എടുക്കണ്ട, സഭായത്തിന് പോകണ്ട, സ്വോത്രാഴ്ച കൊടുക്കണ്ട, ഉപവാസ പ്രാർത്ഥന എടുക്കണ്ട, ഒന്നുമില്ല. എന്ത് വിശ്വസിച്ചാൽ മതി? യേശുവെ അങ്ങയുടെ രാജ്യത്തിൽ എന്നെ സ്വീകരിക്കണം എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അത് രാജ്യത്തിന്റെ സുവിശേഷം. രാജ്യത്തിന്റെ സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിച്ചു കഴിയുമ്പോൾ അവസാനമാകും. ഈ കാര്യം തിരിച്ചറിയാതെ നമ്മൾ ഇപ്പോഴും പറയും ലോകം മുഴുവൻ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ മടങ്ങി വരവാകും. ലോകം മുഴുവൻ സുവിശേഷം കേട്ട് കഴിഞ്ഞുമാം. അത് രക്ഷയുടെ സുവിശേഷമാ. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. വിശ്വസിക്കാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നാനമേൽക്കുക. സ്നാനപ്പെട്ടവൻ വേർപാട് അനുഷ്ഠിക്കുക. അവൻ അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിക്കുക, വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അത് ഏത് സുവിശേഷം? രക്ഷയുടെ സുവിശേഷം. രാജ്യത്തിന്റെ സുവിശേഷം അതാണോ? അല്ല. യേശു രാജാവായി വരുന്നു. ആ രാജാവിനെ സ്വീകരിക്കുക. രാജ്യത്തിന്റെ സുവിശേഷം. ഇന്ന് ലോകം മുഴുവൻ കേട്ടത് ഏതാണ്? രക്ഷയുടെ സുവിശേഷം അല്ലേ? അത് കേട്ട് രക്ഷിക്കപ്പെട്ടു എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. മരിച്ചാലും ജീവനോടിരുന്നാൽ എടുക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം ഭൂമിയിൽ ട്രിബുലേഷൻ പീരീഡ് ആരംഭിക്കുമ്പോൾ, മഹോപദ്രവകാലം ഉണ്ടാകുമ്പോൾ, അവിടെ ഈ മഹോപദ്രവകാലത്തിന്റെ അവസാനത്തിൽ യേശു ക്രിസ്തു രാജാവായി വരുന്നു. എന്തിന്? രാജ്യം സ്ഥാപിക്കുന്നതിന്. ആ രാജ്യത്ത് എന്നെയും പ്രവേശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അത് ഏത് സുവിശേഷം? രാജ്യത്തിന്റെ സുവിശേഷം. കിങ്ഡം ഓഫ് ഗോഡ്, ഗോസ്പൽ ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ ചെന്ന് കഴിയുമ്പം അവസാനമാകുന്ന ഏത് സമയത്ത്? മഹോപദ്രവകാലത്ത്. അങ്ങനെ 7 വർഷം ലോകം മുഴുവൻ രാജ്യത്തിന്റെ സുവിശേഷം എത്തി കഴിയുമ്പോൾ ഈ മഹോദരകാലത്തിന് 2 പീരീഡ് ഉണ്ട്, ഫസ്റ്റും സെക്കൻഡും. സെക്കൻഡാണ് ശരിക്കും ഗ്രേറ്റ് ട്രിബുലേഷൻ. ആ സമയത്ത് യഹൂദനെതിരായിട്ട് ഭയങ്കര പെർസിക്യൂഷൻ ഉണ്ടാവും. കാരണം യഹൂദനെ പെർസിക്യൂട്ട് ചെയ്യുന്നതിന് എതിർ ക്രിസ്തുവിനെ സാത്താനെ സ്വർഗത്തിൽ നേരിട്ട് ഇങ്ങോട്ട് അയക്കുക. അതുകൊണ്ട് അപ്പോഴെന്ത് ചെയ്യും? യഹൂദൻ ലോകം മുഴുവൻ പ്രാണരക്ഷാർത്ഥം ചിതറിപ്പോവും. ഹോൾ വേൾഡ് ചിതറിപ്പോവും. ഈ ചിതറിപ്പോകുന്ന യഹൂദൻ അവനെ ആരും എവിടെയും കേട്ടിരുന്ന, കാരണം അവൻ എതിർ ക്രിസ്തുവിനോട് എതിർത്ത് നിന്നുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യും? ഈ യഹൂദനെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി, കൊല്ലുന്നതിന് വേണ്ടി എതിർ ക്രിസ്തുവിന്റെ അംഗരാജ്യങ്ങൾ മുഴുവൻ അവരുടെ സൈന്യത്തെ റെഡിയാക്കും. ഇവർ ലോകം മുഴുവൻ ചിതറിപ്പോവും. ഒന്നുമില്ല. കീറിയ തുണിയും കുപ്പിക്കകത്ത് വെള്ളവും തീർന്നു, കയ്യിലെ പൊതിയും തീർന്നു, ബ്രെഡും തീർന്നു, അലഞ്ഞു വലഞ്ഞു നടക്കുക. ഇവര് ഫിജിറ്റീവ്സ് ആണ് വേൾഡിൽ. ലോകം മുഴുവൻ ആർക്കും ഇവരെ കയറ്റിക്കിടത്താൻ പെർമിഷൻ ഇല്ല. ഫിജിറ്റീവ്സ്, ഔട്ട്ലോസ് ആണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനെ കാണുമ്പോൾ ആർക്കെങ്കിലും ഒരു കരുണ തോന്നിയാൽ
തോന്നാൻ സാധ്യതയില്ല. തോന്നിയാൽ ഉം, അവനെ ഒളിപ്പിക്കും, ഉം, വെള്ളം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, തുണി കൊടുക്കും. ഉം, ചിലരെ ജയിലിൽ നിന്നുകൊണ്ട് ഇറക്കിക്കൊണ്ട് വരാനായിട്ട് ജാമ്യത്തിന് പോകും. ഉം, ഉം, അല്ല, ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ പോയി ചെന്ന് കാണും. ഉം. അപ്പം അങ്ങനെ 3.5 വർഷം, മഹോദരത്തിൻ്റെ 2ാം പകുതി, 3.5 വർഷം. ഉം. അത് കഴിയുമ്പോഴാണ് യേശു ക്രിസ്തുവും ഈ ഭൂമിയിൽ നിന്ന് പോയവരുണ്ടല്ലോ, പോയവര്. ഉം. 7 കൊല്ലം മുമ്പ് പോയവര്, അതെ. ഉം, അവരും കൂടെ ഇറങ്ങി വരും. ഉം, ഇറങ്ങി വന്നിട്ട് യേശു ക്രിസ്തു യെരുശലേമിൽ തേജസ്സിന്റെ സിംഹാസനം വയ്ക്കും. ഉം, ദാറ്റ് ഈസ് ത്രോൺ ഓഫ് ഗ്ലോറി. ഉം, തേജസ് സിംഹാസനം വെച്ചിട്ട് സകല ജാതികളെയും കൂട്ടിവരുത്തും. ഉം. ആരെ കൂട്ടിവരുത്തുമെന്ന്? സകല ജാതികളെയും. സകല ക്രിസ്ത്യാനികളെയും കൂട്ടിവരുത്തുന്നതെന്ന് പറഞ്ഞേ. ഇല്ല, സകല ജാതികളെയും. സകല വിശുദ്ധന്മാരെന്നല്ലല്ലോ, ഇല്ല, സകല ദൈവമക്കളെന്നല്ലല്ലോ, അല്ല, സകല യഹൂദന്മാരെന്നല്ലല്ലോ, അല്ല. സകല ജാതികളെ. അപ്പം യെരുശലേമിലേക്ക് 2-3 വിഭാഗമായ ആളുകളെത്തും. ഉം, ഒന്ന്, ഇവരെവിടെല്ലാം പോയി വിളിച്ചിരുന്ന യഹൂദന്മാര്, ഉം, അവിടുന്ന് മുഴുവൻ ചൂള കുത്തി വിളിക്കുന്നത് പോലെ ഉം, അവിടുന്ന് മുഴുവൻ ദൈവം അവരെ തിരിച്ച് യെരുശലേം നഗരത്തിൽ വിളിച്ചു വരുത്തും. ഉം, അപ്പോൾ ഒരു വീട്ടിൽ ഒരു യഹൂദനെ താമസിപ്പിച്ചിരിക്കുക. ഉം, 3-3.5 വർഷമായിട്ട് അവര് സെല്ലറിലാത്തിട്ട് അവന് ചാപ്പാടും തുണിയും മണിയും എല്ലാം കൊടുത്ത് സൂക്ഷിക്കുക. ഉം, അവൻ പറഞ്ഞു, ഞങ്ങളുടെ മശിഹ വന്നു, ഞങ്ങൾ പോവുക. ഉം, വീട്ടുകാരൻ പറയും, നിന്നെപ്പോലെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഉം. അപ്പം ഞങ്ങൾ നിന്റെ കൂടെ വരാൻ പോവാ. ഓക്കെ. മനസ്സിലായോ? ഇങ്ങനെ ഉം. ഓരോ യഹൂദന്റെ പുറകെ 10 ജാതികൾ വരും. ഓക്കെ. ആ. യഹൂദന്റെ വസ്ത്രത്തിൽ പിടിച്ച 10 ജാതികൾ രക്ഷപ്പെടും. ഉം. ലോകം മുഴുവനുള്ള യഹൂദന്മാർ യെരുശലേം കൂടി വരുമ്പോൾ ഓരോരുത്തരും. അതിൻ്റെ 10 ഇരട്ടി ജാതികളും വരും. ഉം, അപ്പൊ യഹൂദന്മാർ വന്നു, ജാതികൾ വന്നു. അവരെങ്ങനെ വന്ന്? യഹൂദന്റെ കൂടെ വന്നവരാ. കൂടെ വന്നവര്. ഇനി ലോകത്തുള്ള സകല ഇൻഹാബിറ്റൻസിനെയും ഉം, ദൈവം യെരുശലേം നഗരത്തിൽ കൂട്ടിവരുത്തും. ഉം. നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചോദിക്കും, നടക്കുന്ന കാര്യമാണ്. അതെ. ലോകത്തുള്ള മുഴുവൻ പേര് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ നിൽക്കാൻ കിടക്കാവുന്ന നേരം കിട്ടുമോ? സ്വാഭാവികമായ ഒരു ചോദ്യം. അതിന് 2 വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ കാല് ഒലിവലയിൽ മുട്ടുമ്പോൾ ഒലിവല കിഴക്ക് പടിഞ്ഞാറ് 2ആയിട്ട് പിളർന്നു പോയിട്ട് സമഭൂമി. ഒരു താഴ്വര ഉണ്ടാകും. ഉം, ഭയങ്കര താഴ്വര ഉണ്ടാകും. 2, ഇസ്രായേൽ ദേശം തന്നെ ഇടിഞ്ഞിട്ട്, മലകളെല്ലാം ഇടിഞ്ഞിട്ട് ഭയങ്കര സമതലമാണത് മുഴുവനും. ഉം, 3, മെഡിറ്ററേനിയൻ കടലുണ്ടല്ലോ, ഉം, മെഡിറ്ററേനിയൻ കടല്, ഉം, അതിൻ്റെ മണ്ടയ്ക്ക് മുഴുവൻ പെഡസ്റ്റൽസ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുക, പടങ്ങ് കെട്ടിയിരിക്കുക. ഉം, ഉം, എന്തിനു വേണ്ടി? ലോകത്തുള്ള സകല രാജ്യങ്ങളിൽ നിന്നുള്ള യോദ്ധാക്കൾ യെരുശലേമിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുക. ഉം, ഉം. 4-മത്തെ കാര്യം, അന്ന് ലോക ജനതയുടെ 2/3 നശിച്ചു, 1/3 കാണത്തുള്ളൂ. ഓക്കെ. ലോകത്തിന്റെ നാച്ചുറൽ. എൻ്റയർ പോപ്പുലേഷൻ 1/3 അത്രേ ആവുള്ളൂ. അത് കഴിഞ്ഞ നാച്ചുറൽ 1000 വർഷമായിട്ടുള്ള എന്തോ നാച്ചുറൽ ഡിസാസ്റ്റർ കൊണ്ട് മരിച്ചു പോകുന്നതാണോ? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ദെൻ ഇത് എപ്പിഡമിക്സ്, ഓക്കെ. കലാമിറ്റീസ്. വാർഫെയർ കലാമിറ്റീസ്, ഇത്രയും കൊണ്ട് 2/3 മരിച്ചുപോയി. പിന്നെ 3/3 വേൾഡ് പോപ്പുലേഷൻ എത്രയുണ്ട്? ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത്രയാണ് ഇതിന് യെരുശലേമെ കൊണ്ടുവന്നു.
ഇനി നമുക്ക് ആ സീനറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഉം, കർത്താവ് വന്നു, ഉം, നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. ഇവിടുന്ന് പോയ ഉം. നമ്മൾ, അതെ അതെ. ദൂതന്മാരും ഉണ്ട്. ഉം, ഒരു വലിയ സിംഹാസനം, തേജസ്സിൻ്റെ സിംഹാസനം. ഉം, അതിന് എത്ര മൈൽ ദൂരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉം, ഉം, ഇവിടെ ആയിരിക്കും ഇച്ചിരി ഉള്ള 3 പേരിരിക്കുന്ന ഒരു ഒരു ഡൈനിങ് ടേബിൾ പോലാണെന്ന്. ഉം, 3 പേരിരിക്കുന്ന ഡൈനിങ് ടേബിൾ ഒന്നുമില്ല. ഉം, എത്ര മൈല് ദൂരം ഉണ്ടെന്ന് ആർക്കറിയാം? ഉം. എനിക്ക് വേണമെങ്കിൽ ഒരു ഇമാജിനേഷൻ, ഒരു അസസ്മെന്റിൽ ഒരു 80 മൈല് ദൂരമുണ്ട് ഓക്കെ ആ ചേർ ഓക്കെ. ആ ശരി. സിംഹാസനം. എത്ര? 80 മൈല് ഉം, ഡിസ്റ്റൻസ് ഉള്ളൊരു സിംഹാസനമാണത്. ഉം. അതിനൊക്കെ റീസൺസ്, ഈ 80 മൈൽ ഞാൻ എവിടെ നിന്നാണ് കണ്ടെത്തുന്നുള്ളത് വേണ്ടിയവർ ചോദിച്ചാൽ എന്നാലും പറഞ്ഞു കൊടുക്കുക. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയാൻ ഒക്കത്തില്ല. ഓക്കെ ഓക്കെ. എന്നിട്ട് ഇപ്പം നമ്മൾ അതിൻ്റെ പിന്നിലായിരിക്കുന്നത് കണ്ടോ. ഉം, ഉം, അപ്പം കർത്താവിനെ കണ്ടപ്പോഴേക്ക് യഹൂദന്മാർക്ക് സഹിക്കാൻ കഴിയത്തില്ല. കാരണം ഉം, തങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ച യേശു തങ്ങളുടെ കർത്താവായിരുന്നു, തങ്ങളുടെ വാഗ്ദത്ത മെസ്സിയായിരുന്നു. ഉം, ആ കയ്യിലെ മുറിവാണ് കർത്താവിൻ്റെ ഹോൾമാർക്ക്, ഇത് ഞാനാണെന്നുള്ളത്. ഉം, ഉം, അവർ കരഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൽ വീഴും. ഉം. അവരുടെ മുഴുവൻ പാപം ഒരു ദിവസം കൊണ്ട് ദൈവം ക്ഷമിച്ചു കൊടുക്കും. ഉം, ഉം, ഒറ്റ ദിവസം കൊണ്ട് ക്ഷമിച്ചു. ഉം. കർത്താവിൻ്റെ ജനമായിട്ട്, സ്വന്തം ജനമായിട്ട് അവരെ സ്വീകരിച്ചു അംഗീകരിച്ചു. വെച്ചിരിക്കുക. ഉം, നമ്മൾ കർത്താവിൻ്റെ കൂടാണ്, നമ്മൾ കർത്താവിൻ്റെ മണവാട്ടിയാണ്, നമ്മൾ കർത്താവിൻ്റെ കൂടാണ്. ഉം, അപ്പം ദൈവം എന്ത് ചെയ്തു? ഒരു സൈഡിൽ യഹൂദൻ, ഒരു സൈഡിൽ ക്രിസ്ത്യാനികളായ നമ്മൾ, ജെൻറ്റൈൽസ്. ഉം. നമ്മളെ രണ്ടുപേര് യഹൂദനെന്ന് യവനെന്ന് വ്യത്യാസമില്ലാതെ വൺ മാൻ ഇൻ ക്രൈസ്റ്റ് ഓക്കെ. ഉം, ഏകീഭവിപ്പിച്ചു കഴിഞ്ഞു. ഉം, ഇനി മുന്നേ നിൽക്കുക വലിയൊരു ജനം. ആര്? ജാതികൾ. അതിനകത്ത് ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, സിഖുമുണ്ട്, ചിക്കുമുണ്ട്. ഓക്കെ ഓക്കെ. ജാതികൾ അവരെ ഇടയൻ ചെമ്മരാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന പോലെ രണ്ടായിട്ട് വേർതിരിച്ചു. ഉം, ഈ ചെമ്മരിയാടുകളെയും കോലാടുകളെയും രണ്ടായിട്ട് വേർതിരിക്കുന്നത് സന്ധ്യയ്ക്ക് ഇവരെ വീട്ടിൽ തിരിച്ചു വിളിക്കുമ്പോഴാണ്. ഉം, മേച്ചിലിന് ഒരുമിച്ച് അയച്ചു വിടും. ഉം, ഉം. തിരിച്ചു വരുമ്പം ചെമ്മരിയാടിനും കൂടെ രണ്ടായിട്ട് വേർതിരിക്കും. കാരണം ചെമ്മരിയാട് ബലം കൂടിയതും കോലാട് ബലം കുറഞ്ഞതുമാണ്. ഓക്കെ. ആ ആ. അപ്പോൾ ചെമ്മരിയാടിനെ പുറത്ത് കെട്ടിയിടാം. ഉം, അതിന് ഈ മഞ്ഞൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയും, അതിൻ്റെ ഈ രോമം കൊണ്ട്. ഉം, കോലാട് പാവം പറ്റത്തില്ല, അതിനെ അകത്ത് തൊഴുത്തി കൊണ്ട് കെട്ടിടണം. ഉം. ഇതുപോലെ ലോകത്തുള്ള സകല ജാതികളെയും, സകല യഹൂദനെയുമല്ല, സകല ക്രിസ്ത്യാനികളെയുമല്ല, സകല സകല ദൈവങ്ങളെയല്ല, സകല സകല ജാതി. വിശുദ്ധന്മാരെയല്ല, സകല ജാതികളെയും രണ്ടായിട്ട് വേർതിരിച്ചു. വേർതിരിച്ചിട്ട് വലത്തുള്ളവർ, ചെമ്മരിയാടുകൾ, സ്ട്രോങ്, അവരോട് പറഞ്ഞു, എനിക്ക് വിഷം നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ച് കുടിക്കാൻ തന്നു, ദാത്താനായിരുന്നു ഉടുപ്പിച്ചു, തടവിലായിരുന്നു വന്ന് കണ്ടു. ഞങ്ങൾ നിന്നെ ഒരിക്കലും ഇങ്ങനൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഉം, അവരോട് പറയാ, എൻ്റെ ഈ ചെറിയവരുണ്ട് എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ചെറിയവർ. ഉം. ആരാ ഈ ചെറിയവർ? അവരോട് യഹൂദന്മാരെ യഹൂദന്മാർ. ഉം, യഹൂദന്മാർ, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന യഹൂദന്മാർ. ഉം, അവരെ വിളിക്കുന്നത് എൻ്റെ ഈ ചെറിയവരെന്ന്. ഉം. അവരെ നിങ്ങൾ സ്വീകരിച്ചില്ലേ? അവർക്ക് നിങ്ങൾ ഇതെല്ലാം കൊടുത്തില്ലയോ? അല്ലേ? ഉം, അവർ ദാഹിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? വിശന്ന് വന്നില്ലയോ? ഉം, തുണി കീറി പറഞ്ഞ് അവിടെ വന്നില്ലേ? ഉം, നഗ്നരായ വന്നില്ലയോ? അവർ ഉം. ജയിലിൽ കിടന്നില്ലയോ? രോഗിയല്ലായിരുന്നോ? അവർക്ക് നിങ്ങൾ ചെയ്തെല്ലാം നിങ്ങൾ എനിക്കാ ചെയ്തത്. ഉം. അപ്പോൾ ഈ ചെറിയവരാരാണ്? എൻ്റെ ഈ ചെറിയവർ അതാരാണ്? യഹൂദന്മാർ. മഹോദരകാലത്ത് ജീവരക്ഷാർത്ഥം ജാതികളുടെ കഥകെ പോയി
മുട്ടി വിളിച്ച് യഹൂദന്മാർ, എൻ്റെ ഈ ചെറിയവർ. മനസ്സിലായി? അപ്പൊ ഈ ചെറിയവർക്ക് ചെയ്തെല്ലാം ആർക്ക് ചെയ്തു? എനിക്കും ചെയ്തിരിക്കുന്നത്, യേശുവിനും ചെയ്തു. ഈ ഒരു വാക്യം നമ്മൾ നല്ലൊരു മുതലാക്കും കേട്ടോ. അങ്ങനെ മുതലാക്കും. നമുക്കിപ്പോൾ ഒരു ശുശ്രൂഷ, ഒരു സ്ലം മിനിസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രൈബൽ മിനിസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോസ്റ്റൽ മിനിസ്ട്രി ഉണ്ട്, എന്തെങ്കിലും മിനിസ്ട്രി ഉണ്ട്. നമ്മൾ പറയുന്നത് ഈ ചെറിയവർക്ക് ചെയ്തെല്ലാം കർത്താവിന് ചെയ്തിരിക്കുന്നു. ചെറിയവർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ട്രൈബൽ പ്രോജക്റ്റ് ഉണ്ടല്ലോ, വെച്ച് കൊടുക്കാനും കടം ഇട്ട് കൊടുക്കാനും പെമ്പിടെ കെട്ടിക്കാനും ഒക്കെ നമ്മൾ പിരിക്കുന്ന പൈസ ഇല്ലേ? നിങ്ങളായിരുന്നു ഞങ്ങൾ അവൻ്റെ 10ൻ്റെ ആവശ്യമുള്ള അവൻ്റെ 10 നമ്മൾ കൊടുക്കും, ബാക്കി 90 കൊണ്ട് നമ്മൾ എന്ത് നിർത്തും, 900 കൊണ്ട് നമ്മൾ പുട്ടടിക്കും. വലിയ ആപ്പീസും കെട്ടി ഫാനൊക്കെ വെച്ച് എയർ കണ്ടീഷൻ വെച്ച് ഡ്രൈവറും വെച്ച് വണ്ടിയും വെച്ച് പ്രോജക്റ്റ് ഓഫീസറും വെച്ച് നമ്മൾ കഴിയുന്നത് ഇവൻ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ അല്ലേ? അപ്പം നമ്മളത് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് ഈ വാക്യം നമ്മൾ ഉപയോഗിക്കും. അപ്പം എൻ്റെ ഈ ചെറിയവൻ, ആരെ ചെറിയവൻ? പ്രാണരക്ഷാർത്ഥം മഹോദരകാലത്ത് നിന്റെ അടുത്ത് ഓടി വന്നവർ. അവനോട് നീ എന്ത് ചെയ്തോ അതെല്ലാം ഞാൻ എന്നോട് നീ ചെയ്തതായിട്ട് കണക്കിട്ടു. എല്ലാം നീ എന്നോട് ചെയ്തിട്ട് കണക്കിട്ടു. 2, അതുകൊണ്ട് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വരുവീൻ, ലോകസ്ഥാപനവും നിങ്ങൾക്ക് ഒരുക്കുന്ന രാജ്യമുണ്ട്, കർത്താവിൻ്റെ രാജ്യം, എൻ്റെ ലിറ്ററൽ രാജ്യം വരാൻ തുടങ്ങാൻ പോവാ. ഇങ്ങോട്ട് പ്രവേശിച്ചോളാൻ പറഞ്ഞു. ഇങ്ങോട്ട് പ്രവേശിച്ചോ. ഇനി ഇടത്തുള്ളവരോട് പറഞ്ഞു, ഞാൻ എനിക്ക് വിഷം നിങ്ങളെ ഭക്ഷിക്കാൻ തന്നില്ല, ദാഹിച്ച് നിങ്ങൾ കുടിക്കാൻ തന്നില്ല. അവർ ഞങ്ങളിതിനെ അങ്ങനെ കണ്ടില്ലല്ലോ. എൻ്റെ ഈ ചെറിയവന് നിങ്ങൾ ഇതൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നില്ലെന്നാ. എൻ്റെ ഈ ചെറിയവൻ ആരെ? യഹൂദൻ. പ്രാണരക്ഷാർത്ഥം മഹോദരകാലത്ത് ഓടി വന്നിട്ട് നിന്റെ കഥയോ ഒന്നും മുട്ടി വിളിച്ചില്ലയോ? അപ്പൊ നീ ആട്ടി വായിച്ചില്ലയോ? അതുകൊണ്ട് എൻ്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ ലോകസ്ഥാപനം മുതൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അമ്മേനെ കൊണ്ട് തള്ളിവിട്ടു. അപ്പം വരത്തുള്ളവരും ഇടത്തുള്ളവരും. അപ്പം ഇത് ആർക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതല്ല. അപ്പൊ ക്രിസ്ത്യാനിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ക്രിസ്തു വിധി ചൊല്ലുന്നേരം നമുക്കെല്ലാവർക്കും വലത്ത് ഭാഗമെന്ന് പറഞ്ഞാൽ ഈ ചൊല്ലുന്ന ആൾക്ക് എന്തെങ്കിലും വിവരം ബോധം. 2, ഈ കേൾക്കുന്ന ആൾ ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. കേൾക്കുന്ന ഇത് പുള്ളിക്ക് ഇതിനെ പറ്റി വല്ല ഏക്കെന്താ പൂക്കെന്താന്നറിയാമോ? പുള്ളിക്കും അറിയത്തില്ല. പുള്ളി വിളിച്ചു പറയും. പിന്നെ ഈ ക്രിസ്തീയ ഗാനങ്ങൾ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിൽ ഒരു 99.99% അത് 200 അതിനെ പറ്റി ഒരു ബോധവുമില്ല എന്ത് എഴുതുന്നത്. പാടുന്നവർക്ക് ഒരു ബോധവുമില്ല, അങ്ങ് പാടുകയാണ്. ഈ ക്രിസ്ത്യാനിറ്റിയെ മിസ്ലീഡ് ചെയ്യുന്ന എല്ലാ ദോഷകരമായ ഇൻഫർമേഷനും പാട്ടുകൾ കൂടെയാണ് പുറത്താകുന്നത്, പുറത്ത് വരുന്നത്. റോങ് സോങ്സ്. യെസ്. അപ്പം ഇതാണ് ഏതിൻ്റെ അർത്ഥം? ഇടത്തും വലത്തും നിൽക്കുക എന്ന് പറയുന്നത്, നിൽക്കുന്ന ആടുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് പെട്ടുപോകാൻ ഇടയാകരുത്. ഇപ്പോഴാകുന്ന രക്ഷാകാലം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. ഇപ്പോ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ കുഞ്ഞാടിന്റെ മണവാട്ടിയായിട്ട് സ്വർഗത്തിൽ പോകാം. ഈ ഏടാകൂടങ്ങൾ കടന്നുകൊണ്ട് ആവശ്യം ഇല്ല. That is the final message it gives. Okay. സാറേ, 1,44,000 പേര് സുവിശേഷകരായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നവരെന്ന് പറഞ്ഞു. അതോടുകൂടി വേറെ 1,44,000 എന്ന് പറഞ്ഞ പോലെ. Yes, വരും. That is from the non-Jewish world. Non-Jewish world. Jewish world 1,46,000 പേര്. 2 കൂട്ടരെ നമുക്ക് രണ്ട് സ്ഥലത്തായിട്ടാണ് കാണാവുന്നത്. 2 കൂട്ടരുടെ തല.
രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ചെതറിപ്പോയ യഹൂദന്മാരെ സ്വീകരിച്ച ജാതികളായിട്ടുള്ളവരെ അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കണമെന്നില്ല, ഇവരെ ശുശ്രൂഷിച്ചത്, ഇവർക്ക് സർവീസ് കൊടുത്തു അതെ ഇവരെ ശുശ്രൂഷിച്ചു. ഇവരെ ശുശ്രൂഷിച്ചത് കൊണ്ടുള്ള ദൈവം കൊടുക്കുന്ന മാന്യതയാണ്, പ്രതിഫലമാണ് ദൈവരാജ്യത്തിൽ അവർക്ക് പ്രവേശനം. അവർക്ക് കേട്ടോ, അവര് നോർമൽ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ദൈവരാജ്യത്ത് താമസിക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചോണേ, നോർമൽ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവർക്ക് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാം. അവർ ഉണ്ടാകും. ആ കൊച്ചിന് ദീനം ഒന്നും ഉണ്ടാകത്തില്ല. ഇവർക്ക് ജോലി ചെയ്ത് ജീവിച്ച് നല്ലോണം അഭിമാനമായിട്ട് ജീവിക്കാം. സാത്താനില്ലാത്ത ഭൂമിയിൽ പാപവുമില്ല. ഉണ്ടല്ലോ. ഇനിയും അത് കഴിച്ചു കഴിഞ്ഞിട്ട് അവര് മരിക്കും. ആയുസിന്റെ ലാസ്റ്റില് മരിക്കുമ്പോഴും അവർ നരകത്തിൽ പോകത്തില്ല. പക്ഷെ അവർ കുഞ്ഞാടിന്റെ മണവാട്ടിയായിട്ട് മാറ്റപ്പെടത്തില്ല. അവർക്ക് ജാതികൾക്കൊരു സീറ്റുണ്ട്. അതിനെ അങ്ങോട്ട് അവർ മാറ്റിക്കോളും. പ്രജകൾ എന്നുള്ള സ്ഥാനം, പ്രജകൾ എന്നുള്ള സ്ഥാനം പോലും അല്ല, അൺഫോർച്ചുനേറ്റ്ലി. പ്രജകളാന്ന് പറയുമ്പോൾ അവർക്ക് അവകാശങ്ങളുണ്ടല്ലോ, റൈറ്റ്സ് ഉണ്ടല്ലോ. സിറ്റിസൺസ്. ആ റൈറ്റ്സ് ഇവർക്കില്ല. ബട്ട് ദേ ഹാവ് ദ പെർമിഷൻ ടു ലിവ് ഇൻ ഗോഡ്സ് കിങ്ഡം. ആ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ലിറ്ററൽ കിങ്ഡം ഉണ്ടല്ലോ, ലിറ്ററൽ കിങ്ഡത്തിന്റെ അന്ന് അതിലകത്തെ ആളുകൾ ആരൊക്കെയാണ്, അവരുടെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹൈറാർക്കീസ്. കിങ്ഡം ഓഫ് ഗോഡിലെ താമസിക്കുന്ന മനുഷ്യരുടെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹൈറാർക്കീസ് എന്ന വിഷയം ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കും, നമ്മുടെ ക്ലാസ്സിൽ ചോദിക്കുന്ന സമയം വരികയാണ് നമുക്ക് എടുക്കാം. അല്ലാതെ ഇത് ഒന്ന് പഠിപ്പിച്ചു തരുമ്പോൾ അതിൻ്റെ കൂടെ കണക്ട് 100 കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഇരുന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനൊക്കെ വേണമെന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. വളരെ നല്ല ഒരു വിശദീകരണമായിരുന്നു സാർ. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു വിശദീകരണം കേൾക്കുന്നത്. പലപ്പോഴും വായിച്ചിട്ടുണ്ട്, ഇത് ഇത്ര ഡെപ്തായിട്ട് സാർ ഇത് വിശദീകരിച്ചത് പ്രേക്ഷകർക്കെല്ലാം. അതെ, ഇത് കേൾവിക്കാർക്ക് വലിയൊരു ബ്രേക്ക് ത്രൂ സെഷൻ ആയിരിക്കും ഇത്, തീർച്ചയായിട്ടും ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ നമ്മള് വിശദമായിട്ട് ഇത് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി, നമ്മുടെ ക്ലാസ്. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനങ്ങളൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഫർദറായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാനിടയാകും. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. May God bless you all. Thank you all. Thank you. Thank you.